ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പിന് ഇന്ന് സമാപനമാകും. വൈകിട്ട് ഹജ്ജ് വിമാനം പുറപ്പെടുന്നതോടെ ഹജ്ജിന്റെ ഒന്നാം ഘട്ടം അവസാനിക്കും. കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നായി 10,584 പേരാണ് ഇത്തവണ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനായി യാത്ര തിരിച്ചത്. ഇന്ന് വൈകിട്ട് ഹാജിമാർ യാത്രയാകുന്നതോടെ ഇത്തവണത്തെ ഹജ്ജ് ഓപ്പറേഷന്റെ ഒന്നാം ഘട്ടം അവസാനിക്കും. മാഹി, കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 386 ഹാജിമാരുമായാണ് സൗദി എയർലൈൻസ് വിമാനം പറന്നുയരുക. 2016 സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 10,584 ഹാജിമാരാണ് 26 വിമാനങ്ങളിലായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചത്. ഈ വർഷം 76,377 അപേക്ഷകളാണ് ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചത്. അതിൽ നിന്നും 10,584 പേർക്കാണ് ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് കേരളത്തിൽ നിന്നാണ്. അതിനാൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ലെന്ന് മന്ത്രി കെ.ടി. ജലീൽ പറഞ്ഞു. 76,377 അപേക്ഷകരായിരുന്നു കേരളത്തിൽ നിന്ന് ഹജ്ജിനായിട്ടുണ്ടായിരുന്നത്. അതിൽ 10,585 പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്. 75,792 പേർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. കാലാകാലങ്ങളായി നമ്മളുടെ സംസ്ഥാനം ഇന്ത്യ ഗവൺമെൻറ്റിനോടും സൗദി ഗവൺമെൻറ്റിനോടുമൊക്കെ ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരികയാണ്. 70 വയസ്സിന് മുകളിലുള്ളവരും 5ാം വർഷക്കാരുമായ എല്ലാവർക്കും ഹജ്ജ് യാത്ര സാധ്യമാക്കാൻ കഴിഞ്ഞു. ഓരോ വർഷവും റിസർവേഷൻ കാറ്റഗറിയിൽ ലഭിക്കുന്ന എല്ലാ അപേക്ഷകളും ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ സീറ്റുകൾ ലഭ്യമാക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത വർഷം കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ പണി പൂർത്തിയായാൽ മുൻ വർഷങ്ങളിലെന്ന പോലെ ക്യാമ്പ് അവിടെ നടത്താനാണ് തീരുമാനമെന്നും മന്ത്രി കെ.ടി. ജലീൽ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.